അല്ലെങ്കിലും മതപണ്ഡിതന്മാർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് പണ്ടേ താല്പര്യമാണ്. കാന്തപുരം ഉസ്താദ് വ്യായാമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടകലർന്നിട്ടുള്ള വ്യായാമം ഒരിക്കലും മതം അനുവദിക്കുന്നില്ല, അത് അനുവദിക്കാൻ പറ്റൂല എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയകൾ ഒന്നായിട്ട്. എന്താ പെണ്ണും ആണും ഇടകലർന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ തുടങ്ങിയിട്ട് പല രൂപേണയുള്ള പരിഹാസ്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വിവാദങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സുന്നി ഐക്യം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്ന സമസ്തയുടെ 2 വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മറ്റു മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ചു കൊണ്ട് ഈ ഒരു കാന്തപുരം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു മാധ്യമങ്ങൾ. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ കാരണത്താലാണ് ഇത്തരത്തിലുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാന്തപുരം ഉസ്താദ് പറഞ്ഞതിൽ എന്താണ് വിഷയം? ഇന്ത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ രാജ്യത്തിൽ ഏത് മതത്തിൽ ഒരാൾക്ക് വിശ്വസിക്കാനും ഇന്ത്യയുടെ ഭരണഘടനക്ക് ഭംഗം വരാത്ത രീതിയിൽ ഏത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇവിടെ അവകാശമുണ്ട്. കാന്തപുരം ഉസ്താദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല മെക്സവൺ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മെക്സവൺ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യായാമക്രിയ തന്നെയാണ്. പലയിടത്തും അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് വേറെ സെപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ നടക്കുന്ന വ്യായാമങ്ങൾക്ക് പെണ്ണിന് അത് നൽകാൻ പ്രത്യേക നിർദ്ദേശം നൽകാനും ആ ഒരു ക്ലാസ് എടുക്കാനൊക്കെ പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു വ്യായാമത്തിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ പോകുമ്പോൾ അദ്ദേഹത്തിന് തടയേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമില്ലേ? ഇനി അദ്ദേഹം ഇതിലൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നാളെ പടച്ചോന്റെ അടുത്ത് കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്യേണ്ടി വരും? മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ പണ്ഡിത ധർമ്മം ഇവിടെ നിർവഹിച്ചു എന്നുള്ളതാണ്. അതിലിപ്പോ കണ്ണിൽ കരടുണ്ടായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല, കണ്ണുകടി ഉണ്ടായിട്ടൊന്നും ഇവിടെ അതിന് പരിഹാരമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫീൽഡിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ ഒരു പ്രസ്താവനയെ ഈ ഒരു മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന രീതിയിൽ ഈ അതിനെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, കാന്തപുരം ഉസ്താദ് അദ്ദേഹം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം കൂടുതൽ കരുത്തനായി എന്നുള്ളതാണ്. ഈ ഒരു ചർച്ചകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടുതൽ ഉയർത്താൻ മാത്രമേ ഇത് കാരണമായിട്ടുള്ളൂ എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാന്തപുരം ഉസ്താദ് പറഞ്ഞതിൽ യാതൊരു തെറ്റില്ല. അദ്ദേഹം വ്യായാമം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം മെക്സവൺ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പെണ്ണുങ്ങള് വ്യായാമത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല, ആണുങ്ങൾ വ്യായാമം എടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ മതത്തിന്റെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ നശിക്കുന്ന രീതിയിലുള്ള സ്വരച്ചേർച്ചകൾ, കൂടിക്കലലുകൾ സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ആരുടെ ഈ ഒരു കാന്തപുരം ഉസ്താദിന്റെ ആ ഒരു ഇസ്ലാം മതത്തിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ഓക്കെ, പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പെണ്ണും ആണോ ഒരുമിച്ചിട്ടോ അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല, അതിൽ നമുക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഈ ഇടകലരാനും അതുപോലെ തന്നെ പരസ്പരം കൂടിച്ചേരാനൊന്നും ആർക്കും ആരോടും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇത്തരത്തിലൊരു പണ്ഡിതൻ അഭിപ്രായം പറയുമ്പോൾ അവരുടെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോ ഈ ഒരു മാധ്യമ സൃഷ്ടികൾ അവരുടെ ചർച്ചകളുടെ ഒക്കെ കാരണമായിക്കൊണ്ട് ഈ ഒരു സുന്നി ഐക്യവും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന്റെ പ്രശസ്തിയൊക്കെ വർദ്ധിച്ചു. പണ്ഡിതന്മാരുടെ നിലപാടുകൾ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെ ഇതിന്റെ റിസൾട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, ഏത് വിവാദങ്ങൾ വന്നോട്ടെ, അതിൽ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, നല്ലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയായാലും മാധ്യമങ്ങൾക്ക്, ഇവിടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഇതിലൂടെ കൊണ്ടുവന്നതിന്.